നമ്മളെല്ലാവരും പോകാൻ റെഡിയായിരിക്കുന്നു. അവിടെ അംബാസിഡറാണ് കൂട്ടിട്ടിരിക്കുന്നത്, ഇന്ത്യൻ അംബാസിഡർ. എടാ ചായ കുടിക്കണോ? ചായ ഉണ്ട്. ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വന്നു. നമുക്ക് പ്രൈവറ്റ് ഫ്ലൈറ്റ് ആയ കാരണം നമുക്കിത് എവിടെയാണ്, നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങൊന്നുമില്ല. ഒരു നമ്മുടെ പാസ്പോർട്ട് മേടിച്ച് നോക്കി എല്ലാവരും ഉള്ളിൽ കയറ്റി. കുഞ്ഞു കുഞ്ഞു ബാഗുകൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വലുതൊന്നും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. ആകെ 20 കിലോനാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മുടെ തൂക്കം നോക്കും, നമ്മളെത്ര കിലോ ഉണ്ടെന്ന് അവരാദ്യമേ നോക്കും. നമ്മുടെ വെയിറ്റ് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ആ ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു, 12 പേർക്ക് പോകുന്ന ഫ്ലൈറ്റ് ആയ കാരണം അതിൽ അത്ര ആൾക്കാർക്ക് ഇരിക്കാൻ ഇത്ര വെയിറ്റേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, ചെറുത് കഫേ. ഇപ്പം നമ്മളേ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്തി. ഇവിടെ അങ്ങനെ വലിയ സഞ്ചാരമൊന്നുമില്ല. ഫ്ലൈറ്റ് കണ്ടില്ലേ, ആകെ 4 ഗേറ്റുള്ളൂ. 6 ഗേറ്റുണ്ട്. 6 ഞങ്ങൾ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു 10-15 ആൾക്കാരേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഇവിടെ എയർപോർട്ട് കാലിയായിരുന്നു. ഇതാണ് ഡൊമസ്റ്റിക്കിൻ്റെ കൗണ്ടർ. 5-6 കൗണ്ടറുണ്ട്. അതിൽ 6 ആൾക്കാർ, 6 ആകെ കൂടിയിട്ട് ഒരു അവിടെ നമ്മുടെ ചൊടി ഉണ്ട് വരുന്നത്. നമ്മുടെ ചൊടി നമുക്ക് പോവാം. ടീമൊക്കെ ഉണ്ടോ അവിടെ? ഇത് കണ്ടോ, ഡൊമസ്റ്റിക്കിൻ്റെ ആകെ 6 കൗണ്ടറുള്ളൂ. ആകെ 6 പേരെ വന്നിട്ടുള്ളൂ ഒരാൾക്ക്. പക്ഷെ നമ്മുടെ അവിടുത്തെ നാട്ടിൽ പോലത്തെ അപ്പോൾ ഇവർക്ക് ഫ്ലൈറ്റിന് ഭയങ്കര പൈസ ആയിരിക്കുമല്ലോ. ഫ്ലൈറ്റിനെ ഭയങ്കര പൈസ ആയിരിക്കും. ശരിയാ. അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് അടുത്തടുത്തേക്ക് പോകേണ്ട ആവശ്യം വരാറില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുണ്ട് അല്ലേ? അല്ല, ഉള്ളവർക്കുണ്ടാവും, ഇല്ലാത്തവർക്ക് ഒട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ട്. ഞങ്ങൾ 12 പേരും വേറെ 7 പേരാണ് ഈ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ആൾക്കാർ. ഇത്ര ഉള്ളു ലഞ്ച്. അങ്ങനെ നമ്മൾ സിംഹവേ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഓട്ടോ കിടക്കേണ്ടത് നമുക്ക് കയറിപ്പോയാൽ. എന്തെന്ന് പറയാ, വെരി നൈസ്. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള വിമാനത്തിൻ്റെ അടുത്തെത്തി. ശരിയാണല്ലോ, റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കുന്ന പോലെ ഉണ്ടല്ലോ ഇത്. നിതീഷ് കിടക്കേണ്ടി വരും. നിതീഷ, നീ കടന്നു കയറേണ്ടി വരും. നീ കിടക്കേണ്ടി വരും അതിനകത്ത്. ഇത്രയും ചെറിയ ഫ്ലൈറ്റ് ഉമേഷേ എവിടെ പോവാ? സിംബാബ്വേയിൽ. തലടിക്കാനും മനസ്സ് പോലെ. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഈ ഫ്ലൈറ്റ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലൈറ്റ്, കുഞ്ഞ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ 12 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നു. 2 കണ്ണാണാത്ത അന്തമാര പോലെ ഉണ്ടടാ. നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രൊപ്പല്ലർ കറങ്ങുന്നു.
ഞാനെ പിടിക്കുന്നതിന് വിശ്വസിക്കാൻ പറ്റില്ലാതെ എന്താ നമ്മുടെ യോഗം. ഒരു വിമാനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് കാരണം വെച്ചാൽ ഓടിച്ചു വെച്ചു. അതെ ഞാനതെ
ഇങ്ങനെ കുനിഞ്ഞു വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാൻ. താങ്ക് യു. Good. Yeah, guys, if I make sure you have a lift anything, go to the phone video. ഞങ്ങളുടെ അംബാസിഡർ, ഞങ്ങളുടെ അല്ല നമ്മുടെ അംബാസിഡർ ഉപരി പി ആണ് പാർസിങ്. ഞങ്ങളൊന്ന് ഫ്ലൈറ്റിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കണുണ്ട്. എല്ലാവരും ഒരിക്കലും ഒന്നും പറയാം. ജോഷ്വ എന്നിട്ടാന്ന് വായിച്ചേ? എനിക്ക് വായിക്കാൻ പറ്റില്ല. ബുസ്കാനൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. കണ്ട ഇതാണ് നമ്മളൊന്ന് എയർപോർട്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇവരാണ് നമ്മൾ ഫ്ലൈറ്റ് ഓടിച്ചാൽ. Thank you, guys. Thank you. No problem. Cheers. Have a good one. Thank you very much. Lovely to meet you. Thank you very much for flying with us. Thank you. അങ്ങനെ ഞങ്ങൾ അടുത്ത് ചെറിയ എയർപോർട്ടിലെത്തി. വേറെയില്ല, ദേവിടെ പോത്ത് നിൽക്കുന്നു. ഇടിക്കത് ഇടിക്കട്ടാ. എന്താണ് ഒറിജിനാലിറ്റിയില്ലേ? എനിക്ക് പറഞ്ഞത് ഒരു പോത്തിന്റെ പോലെ തന്നെയാ. തോല് ഒറിജിനൽ. അതിന്റെ ഉള്ളിൽ മറ്റേ ഫോം നിറച്ചിരിക്കുന്നതാ. ഇത് അടുത്ത ആളിക്കണ്. എന്റെ ദൈവമേ, സിംഗം. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഒറിജിനലാട്ടോ. ഇത് ഒറിജിനൽ തൊലിയാണ്. ഇത് പൂടെയൊക്കെ അയ്യോ പേടിപ്പിക്കില്ലേ. ആ ഇതെവിടെ ചിങ്കം. ചെല്ല അങ്ങനെ ജോഷ ബുക്കുവാന്ന് നമ്മൾ യാത്ര തുടങ്ങി. അത് മതി. ഇത് അടിപൊളിയില്ലേ? നമുക്കൊന്നും ജീവിതത്തിൽ ആലോചിക്കാൻ കൂടി പറ്റില്ല. അയ്യോ, അത് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു. രാഹുലേ, ശ്യാമിന്റെ കഞ്ഞി ടൂറായ കാരണം മൈഗ്രെയിനോ? എനിക്ക് വിറച്ചിട്ട് ആ പേടിച്ചിട്ട് തന്നെ പറ. ബി പി കൂടിച്ച്, ബി പി കൂടുതലാണോ കുറയിലാണോന്ന് അറിയില്ലേ. ആ കൂടി ടെൻഷനായി പോയി. വെള്ളം കുടിക്കാൻ പോയിച്ചിട്ട് അത് പറഞ്ഞടാ. ആ സ്വിച്ചുകളില്ലേ, അമ്മ പൊടിച്ച് ചിലപ്പോ ഒരു ചെക്ക് കേൾക്കുമ്പോ രണ്ട് ചെക്ക് കേൾക്കുമ്പോഴതാവണത്. അതെല്ലാം പേടി ചെയ്തിക്ക്. പിന്നെ എനിക്ക് തോന്നി ഇയാള് ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഓടിക്കണേ. ആ സംഭവം കിടക്കി. അയ്യോ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോഷുവ എയർപോർട്ടിൽ നിന്നാണ്. പോണ സ്ഥലത്തിൻ്റെ പേര് അറിയില്ല, അവിടെ എത്തിയിട്ട് പറയാം. അണ്ടർ-19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് സിംബാബ്വെ ആൻഡ് നമീബിയ ആണ്. നമസ്കാരം. അവിടെ സ്വീകരിക്കേണ്ടത്. നമസ്കാരം.
റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ ഹോട്ടൽ കണ്ടു. ഹോളിഡേ ഇൻ സൂപ്പർ ഹോട്ടലാണ്. നല്ല സൂപ്പർ. നമ്പർ 3 പരിപാടി ബുലാവയോ ഹിന്ദു റിലീജിയസ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ. ഓ, ഇവിടെയാണ് നമ്മുടെ പരിപാടി. അയ്യോ, ഇവിടെ നമ്മുടെ പരിപാടി ഇന്നത്തെ. മഴ മഴ മഴ. ഹിന്ദു കമ്മ്യൂണിറ്റി സെൻറ്ററിൽ മഴ. ആഹാ, അടിപൊളി തിയേറ്റർ. അടാ, ഇത് തകർത്തിട്ടല്ലോ. വൗ 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 വൗ. ഇതാണ് ഞങ്ങളുടെ തിയേറ്റർ. അക്രത കാണിക്കണ്ട. വൈകുന്നേരം പരിപാടി. ഉയരം കൂടല. ഉയരം കൂടല്ലാടാ. എന്തൊരു കുറ്റം പറയണ്ടേ. സൂപ്പർ. ഇതാണ് നമ്മളുടെ പനയാണോ ഇത്? എണ്ണപ്പനയാണോ ഈന്തപ്പനയാണോ എന്ന് അറിയില്ല. എന്തോ ഒരു പന. ഈന്തപ്പനയല്ലേ? ഈന്തപ്പനയുടെ ഇല വേറെ അല്ലേ? ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഇന്നത്തെ പ്രോഗ്രാം നടക്കാൻ പോകുന്ന ബുൽവായ എന്ന സ്ഥലത്ത്, സിംബാബ്വേയിൽ തന്നെ. നമ്മുടെ സിംബാബ്വേയുടെ ക്യാപിറ്റലിൻ്റെ അടുത്ത് എത്തി നമ്മൾ. നാളെ നമ്മൾ ക്യാപിറ്റലിൽ പോകും, ഹരാരെ. ഇവിടെയാണ് ഇത്. നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ, ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദു കമ്മ്യൂണിറ്റിക്കാരും ഇവിടെ ഉണ്ട്. അവരുടെ പരിപാടിയാണ്. ആഹാ, ഇത് നോക്കൂ. ഇവിടെ നാരങ്ങ, ഒമേ, മാങ്ങ, മാംഗോ. എൻ്റെ ദൈവമേ, പഴുത്ത് നിൽക്കണം. കിളിച്ചുണ്ടൻ മാമ്പഴം. അടിപൊളി. അങ്ങനെ നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നു. ഇത്ര വലിയ ഹോട്ടലിൽ എല്ലാവർക്കും സിംഗിൾ റൂം വന്ന് ഞങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. ഓക്കെ, 130. അത് മുട്ടിക്കടാ മേളില്. എൻ്റെ ദൈവമേ, പൊരിച്ച്. ആഹാ, ഒന്നും പറയണ്ട. ഇന്ത്യ ഗവൺമെൻറ് നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കും. ഇതേ കിടക്കണം നമ്മുടെ വണ്ടി, ക്രിക്കറ്റിൻ്റെ വണ്ടി, വേൾഡ് കപ്പിൻ്റെ. അടിപൊളി. ഇതെന്തിനാണോ ഇത്രയും ബെഡും ഉണ്ടാക്കി വെച്ചിട്ടില്ല? എന്നിട്ട് ഒറ്റയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യൻ പേടിയാവല്ലത്.